ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ക്യൂആർട്ട് ബൈ റിനു. അപ്പോൾ ഇന്ന് ഞാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ള എള്ളുണ്ടയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു സ്റ്റാൾ എടുത്തിട്ടുണ്ട്. നമ്മളെ ഈ പ്രൊഡക്ട്സൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് എടുത്തതാണ്. അപ്പോൾ അതിൻ്റെ ഒപ്പം ഞാൻ എള്ളുണ്ടയും അതുപോലെ തന്നെ അരിയുണ്ടയും കൂടെ വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എള്ളുണ്ട ഉണ്ടാക്കണത് എങ്ങനെയെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ എള്ള് നന്നായിട്ട് കഴുകിയിട്ട്, ഇപ്പോൾ 800 ഗ്രാം എള്ളാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൽ നന്നായിട്ട് ആദ്യം കഴുകി കുതിർത്താൻ വെക്കാം. അങ്ങനെ കുറച്ച് സമയം ഒരു 10-15 മിനിറ്റ് ഒന്ന് കുതിർന്നതിന് ശേഷം നന്നായിട്ട് വാര വെക്കാം. എന്നിട്ട് അതിലത്തെ കംപ്ലീറ്റ് വെള്ളം വാർന്നതിന് ശേഷം പാനിലിട്ടിട്ട് നന്നായിട്ട് വറുത്തെടുക്കുകയാണ് ചെയ്യേണ്ടത് ഫസ്റ്റ്. അപ്പോൾ ഫുൾ ടൈം നമ്മൾ കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ അത് പെട്ടെന്ന് കരിഞ്ഞു പോവും. നല്ല ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് നമ്മൾ വറുത്തെടുക്കുക ചെയ്യുന്നുണ്ട്. ഒരുവിധം എല്ലാവർക്കും നല്ല ഇഷ്ടമുള്ള ഒരു ഐറ്റമാണ് എള്ളുണ്ട ആയാലും അതുപോലെ തന്നെ അരിയുണ്ട ആയാലും. അതെ, എന്താ പറയുക, നമ്മൾ പണ്ട് മുതലേ ഉള്ളൊരു എന്താ പറയുക നൊസ്റ്റമാണ് അത്. അപ്പോൾ അതെങ്ങനെ നമ്മൾ ടേസ്റ്റിയിൽ എങ്ങനെ നമുക്ക് ചെയ്യാമെന്നാണ് ഞാനിവിടെ കാണിക്കുന്നത്. നമ്മളെ സ്കിൻ കെയറിൻ്റെ ഒക്കെ സ്റ്റോൾ എടുക്കുമ്പോൾ ഞാൻ അതിലൊപ്പം തന്നെ വെക്കുന്നതാണ് ഈ അരിയുണ്ടായാലും അതുപോലെ തന്നെ എള്ളുണ്ടായാലും. അപ്പോൾ നമ്മൾ കസ്റ്റമർ വന്നിട്ട് 1-2 വാങ്ങി ടേസ്റ്റ് നോക്കിയിട്ട് അവർക്കത് ഇഷ്ടപ്പെട്ടിട്ട് അവർ വീണ്ടും കൂടുതൽ നമ്മളേക്കത് വാങ്ങിക്കലുണ്ട്. അപ്പോൾ 2-3 പേര് അതിൻ്റെ റെസിപ്പി ചോദിച്ചിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു നെക്സ്റ്റ് ടൈം നമ്മൾ സ്റ്റോൾ എടുക്കുമ്പോൾ ഇത് മേക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ വീഡിയോ എടുത്തിട്ട് ഇടാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ എള്ള് ഒരുവിധമൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. ഇതെങ്ങനെ മനസ്സിലാവാന്ന് വെച്ചാൽ അതിൻ്റെ കളർ കുറച്ചൊന്ന് ചേഞ്ച് ആവും. അതുപോലെ തന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. അതുപോലെ തന്നെ ചെറിയൊരു വീർപ്പ് ഉണ്ടാവും എള്ളിന്. പിന്നെ ഇത് പൊട്ടണ സൗണ്ട് നന്നായിട്ട് കേൾക്കും കേട്ടോ. പിന്നെ അടുത്തത് വേണ്ടത് അരിയാണ്. അരി നന്നായി ഒന്ന് കുതിർത്തിയിട്ട് വാര വെച്ച് വെള്ളം നന്നായി വാർന്നതിന് ശേഷം അരി ഇതുപോലെ വറുത്തെടുക്കാം. അരി ഇപ്പോൾ ഒരു 800 ഗ്രാം എള്ളാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒരു 200 ഗ്രാമാണ് അരി വേണ്ടത്. അപ്പോൾ അരി നന്നായിട്ട് കഴുകിയിട്ട് കുതിർത്തിയിട്ട് നന്നായി വാര വെച്ചിട്ട് നന്നായി വറുത്തെടുക്കുകയാണ് വേണ്ടത്. അരി വറക്കുമ്പോൾ കുറച്ച് അധികം ടൈം എടുക്കും, കാരണം നമ്മൾ നന്നായി കുതിർത്തിയിട്ടല്ലോ ചെയ്യുന്നത്. കുതിർത്തിയിട്ടാക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിരിക്കും. അതുപോലെ തന്നെ എള്ളിനായിട്ട് നല്ല ടൈം എടുക്കും കേട്ടോ അരി വറക്കുമ്പോൾ. അതുപോലെ തന്നെ കൈ വിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. നമ്മളെല്ലാതും ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അങ്ങനെ ഒരുവിധമൊക്കെ ആയി തുടങ്ങി. ഇനി നമുക്ക് ഫ്ലെയിം കുറച്ചിട്ടിട്ട് നന്നായി ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഇത് വറുത്ത് പാകമായി എങ്ങനെ മനസ്സിലാവുമെന്ന് വെച്ചാൽ ഇതുപോലെ തന്നെ എള്ള് പൊട്ടണ പോലെ തന്നെ അരി ഇങ്ങനെ പൊട്ടണ സൗണ്ട് കേൾക്കും. അതുപോലെ തന്നെ ഒരു തരം ഗോൾഡൻ പോലത്തെ ഒരു കളറാവുകയും ചെയ്യും. അരിമണി ഇങ്ങനെ വീർത്തിട്ട് വരികയും ചെയ്യും. നമ്മൾ ബെല്ലാണ് അരിയുണ്ടയിലായാലും എള്ളുണ്ടയിലായാലും യൂസ് ചെയ്യണേ. അപ്പോൾ അതിന് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട്, ബെല്ലത്തിൽ വെള്ളം ഒഴിച്ചിട്ട് അത് നന്നായി തിളപ്പിച്ചിട്ട് എടുക്കുകയാണ്. തിളപ്പിച്ചിട്ട് നന്നായി അരിച്ചെടുക്കണം. അതിൻ്റെ വല്ല അഴുക്കുണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടിയിട്ട് അരിച്ചെടുക്കണം. ശർക്കരയുടെ പകരം പഞ്ചസാര വെച്ചിട്ട് നമുക്കിത് ചെയ്യാൻ പറ്റും. പക്ഷേ പഞ്ചസാരനായിട്ട് ഒന്നുകൂടി ടേസ്റ്റ് വരിക ബെല്ലം വെച്ചിട്ട്, ശർക്കര വെച്ചിട്ട് ചെയ്യുമ്പോഴാണ്. ഈ ശർക്കരയ്ക്ക് പകരം പനങ്കൽക്കണ്ട ആയാലും എടുക്കാൻ പറ്റും കേട്ടോ. കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ പനങ്കൽക്കണ്ടാണ് ഒന്നും കൂടി നല്ലത്. അപ്പോൾ നമ്മൾ ബെല്ലമൊക്കെ ഉരുകി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് അരിച്ചെടുക്കാം. അടുത്തത് പഞ്ചസാര കുറച്ചിട്ടിട്ട് അതിൽ ഏലക്കായ അതുപോലെ തന്നെ നല്ല ജീരകം ഇട്ടിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കുക. അത് നന്നായി പൊടിയാൻ വേണ്ടിയിട്ടാണ് നമ്മളതിൽ കുറച്ച് പഞ്ചസാര ചേർത്തിരിക്കുന്നത്. പഞ്ചസാര ഇട്ടിട്ട് പൊടിക്കുകയാണെങ്കിൽ നല്ലതായിട്ട് തെരികളില്ലാണ്ട് നല്ല ഇതിൽ പൊടിഞ്ഞ് കിട്ടും. ഇനി നമ്മൾ മുന്നേ വറുത്ത് മാറ്റി വെച്ച എള്ളും അരിയും കൂടിയിട്ട് പൊടിക്കണം. അതിൻ്റെ ഒപ്പം തന്നെ അണ്ടിപ്പരിപ്പ്, അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പിന് പകരം കപ്പലണ്ടി ആയാലും ചേർക്കുക. ഞാനിവിടെ അണ്ടിപ്പരിപ്പാണ് കൂടുതൽ എടുത്തിരിക്കുന്നത്. അതെല്ലാം കൂടെ പൊടിക്കണം. ഞാനിതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടാണ് പൊടിക്കുന്നത്. എള്ളും അരിയും അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പും എല്ലാം മിക്സ് ചെയ്തിട്ടാണ് പൊടിക്കുന്നത്. അപ്പോൾ ഇത് ഓരോരോ ട്രിപ്പായിട്ട് പൊടിച്ചിട്ട് ഒരു വലിയൊരു ട്രേയിലേക്ക് ആണ് നമ്മളിത് പൊടിച്ചിട്ട് ഇടേണ്ടത്. കാരണം നമ്മൾ അതിലിട്ട് തന്നെ നമ്മൾ മിക്സ് ചെയ്യണം. മിക്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെറിയ പാത്രത്തിൽ എടുക്കുമ്പോൾ മിക്സ് ചെയ്യുമ്പോൾ ഒക്കെ പുറത്ത് പോകും. അതുകൊണ്ട് നമ്മൾ വലിയൊരു ട്രേയോ അല്ലെങ്കിൽ ഒരു വലിയ കുണ്ടുള്ളൊരു പാത്രമോ എടുത്തിട്ട് നമ്മളിത് മിക്സ് ചെയ്യാം. അങ്ങനെ എല്ലാം പൊടിച്ച് കഴിഞ്ഞു. ഇനി കുറച്ചും കൂടിയും അണ്ടിപ്പരിപ്പും അതുപോലെ തന്നെ കപ്പലണ്ടി ഉണ്ട്. അപ്പോൾ അതും കൂടെ പൊടിച്ച് ഇനി അതിലെല്ലാം കൂടെ നമ്മൾ മിക്സിങ് ആണ് അടുത്ത പണിയുള്ളത്. ഇനി ഇതിലേക്ക് നമ്മൾ ചിരകിയ തേങ്ങ ഇടണം. ഒരു 500 ഗ്രാം തേങ്ങയാണ് നമ്മളിതിൽ ഇട്ടിരിക്കുന്നത്. അതുപോലെ നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച ഏലക്കായും പഞ്ചസാര ആയിട്ടുള്ള പൗഡർ ഇതിലേക്ക് ഇടാം. പിന്നെ എൻ്റെ ഒരു സ്പെഷ്യലായിട്ട് ഞാൻ ഒരു സാധനം ടേസ്റ്റ് വരാൻ വേണ്ടി ചേർക്കുന്നുണ്ട്. വേറെ ഒന്നല്ല, കുറച്ച് പാൽപ്പൊടിയും കൂടെ ഞാനിതിൽ ആഡ് ചെയ്യുന്നുണ്ട്.
പാൽപ്പൊടി ആഡ് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ് ഇതിന് വരുന്നത്. നിങ്ങളിനി ഉണ്ടാക്കി നോക്കുമ്പോൾ അതുപോലെ തന്നെ കുറച്ചൊരു പാൽപ്പൊടിയും കൂടെ ഇതിൽ ആഡ് ചെയ്ത് നോക്കി നോക്കും കേട്ടോ. ഞാനപ്പോൾ ഇതിലേക്ക് ഒരു 50 ഗ്രാമോളം പാൽപ്പൊടിയാണ് ആഡ് ചെയ്തിരിക്കുന്നത്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഞാൻ ആദ്യം ജസ്റ്റ് ഒന്ന് കയ്യിൽ വെച്ചല്ലാതെ ഒന്ന് ഉടച്ച് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇനി കൈ കൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇനി ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പിടണം. അത് ഞാൻ ഈ വീഡിയോയിൽ ഇടാൻ വിട്ടുപോയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ ഉരുക്കി വെച്ച ശർക്കരയും കൂടി ഇതിൽ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ അരിയുണ്ട ആയാലും എള്ളുണ്ട ആയാലൊക്കെ ഉണ്ടാക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പണിയുള്ളത് എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ ഈ ബോളാക്കി എടുക്കില്ലേ, ഉണ്ടാക്കി എടുക്കണതാണെന്ന് തോന്നുന്നുണ്ട് ഏറ്റവും കൂടുതൽ പണിയുള്ളത്. അപ്പോൾ ഇനിയിപ്പോൾ ഇത് നന്നായി മിക്സ് ചെയ്തിട്ട് നമുക്കൊക്കെ ബോളാക്കിയിട്ട് റൗണ്ട് ഷേപ്പിലാക്കി എടുക്കണം. അപ്പോൾ എല്ലാം മിക്സ് ചെയ്ത് ഒക്കെ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് കൈ കൊണ്ട് ഓരോ ബോളായിട്ട് നമുക്ക് ചെയ്തെടുക്കാം. അതുപോലെ വെള്ളം കൂടാതെ നോക്കണം. അതായത് നമ്മൾ വെള്ളം ശർക്കര ഒരുക്കുമ്പോൾ വെള്ളം കുറച്ച് ഒഴിക്കാൻ പാടുള്ളൂ. വെള്ളം ഒട്ടും കൂടാണ്ട് നോക്കണം. പിന്നെ നമ്മൾ ശർക്കര നമ്മൾ പാകത്തിന് മധുരം ഓരോരുത്തർക്കുള്ള മധുരം അനുസരിച്ചിട്ട് അതിലൊഴിച്ചിട്ടാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഉണ്ടകളൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് അപ്പോൾ നമുക്കിനി ഇത് പാക്ക് ചെയ്യണം. നമ്മൾ സ്റ്റോളിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഇത് പാക്ക് ചെയ്തിട്ടല്ലേ കൊണ്ടുപോകുക. അപ്പോൾ അങ്ങനെ പാക്ക് ചെയ്യണം. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കുക. എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മൾ സ്റ്റോളിൻ്റെ വീഡിയോ അതൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ അതൊക്കെ കാണാം. അപ്പോൾ താങ്ക് യു.